ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഇഷ്ടംപോലെ വേരിയേഷൻസ് ഉണ്ടല്ലേ. പ്രാണായാമം പല 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 രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശ്വാസം തന്നെയാണ്. ആ ശ്വാസം നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്കംസ് വ്യത്യാസമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രാണായാമമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ബ്രീത്തിങ്, സമവൃത്തി. അതായത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മളിങ്ങനെ ശ്വാസം എടുക്കുന്നു, നമ്മുടെ ഇൻഹലേഷൻ, നമ്മൾ എക്സേൽ ചെയ്യുന്നു, ശ്വാസം പുറത്തോട്ട് വിടുന്നു. ഇതാണല്ലോ ശരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ശ്വാസവും അല്ലെങ്കിൽ പുറത്ത് വിടുന്ന ശ്വാസത്തിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ എത്ര സമയത്താണോ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര കൗണ്ടിലാണോ നമ്മൾ എക്സേൽ ചെയ്യുന്നത് അത് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, കറക്റ്റ് ആവത്തില്ല. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ 3 കൗണ്ടിലായിരിക്കും ഇൻഹലേഷൻ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു 6ഓ 7ഓ കൗണ്ടിലായിരിക്കും ചിലപ്പോൾ എക്സലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എടുക്കുന്ന ശ്വാസത്തിൻ്റെ കൗണ്ടും അതുപോലെ തന്നെ പുറത്ത് വിടുന്ന ശ്വാസത്തിൻ്റെ കൗണ്ടും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. അതായത് 4 കൗണ്ടിൽ നമ്മൾ ശ്വാസം എടുക്കുകയാണെങ്കിൽ 4 കൗണ്ടിൽ തന്നെ ശ്വാസം പുറത്ത് വിടണം. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഒരു മൈൻഡ്ഫുൾ ആയിരിക്കുക. നമ്മുടെ ശ്വാസം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇൻഹലേഷനും എക്സലേഷനും നമ്മളൊരു ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ ആർക്ക് വേണോ ചെയ്യാം, ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. കാരണം വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നമ്മളെ ബോഡി നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ ബോഡി ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എല്ലാ പ്രാണായാമം ടെക്നിക്ക് പോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഇരിക്കുക. അതിപ്പോൾ സുഖാസനം ആവാം, പത്മാസനം ആവാം, അല്ലെങ്കിൽ വജ്രാസനം ആവാം. ഇതൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെയറിലിരുന്നാലും മതി. പിന്നെ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പർ ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ഇപ്പം നിങ്ങൾക്ക് അതിനും ബുദ്ധിമുട്ടുണ്ട്, അതായത് ഇപ്പോൾ ചെറുതായിട്ട് കൂനുന്ന ആൾക്കാരാണ്, എന്നാലും പ്രശ്നമില്ല. നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്താൽ മതി. അല്ലാണ്ട് ബോഡീനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങനെ ഒന്നും ചെയ്യരുത്. അതാണ് എപ്പോഴും സ്ഥിരം സുഖം ആസനം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് ബോഡിയെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നുമില്ല, അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടൊന്നിരിക്കുക. പിന്നെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ നമ്മൾ എന്തിനാണ് അടയ്ക്കുന്നത്, നമുക്കൊന്ന് എന്താ പറയുക നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഒന്ന് ഇതിലോട്ട് കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് എന്താ പറയുക കാഴ്ചകൾ നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൈൻഡ് ചിലപ്പം ഡിസ്ട്രാക്ഷനായി പോവാം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കണ്ണ് അടയ്ക്കാൻ പറയുന്നത്. ഇനി കണ്ണടയ്ക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല, കണ്ണ് തുറന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് ശരിയായ രീതിയല്ല, കണ്ണടയ്ക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ഇത് 2 ചെക്ക് പോയിന്റ് നോക്കുക. അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. കണ്ണുകൾ പതുക്കെ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസം എടുക്കുക. ശ്വാസം ഒരു 3 കൗണ്ടിൽ നമ്മൾ ശ്വാസം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 കൗണ്ടിൽ ശ്വാസം പുറത്തോട്ട് വിടുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്താ പറയുക ഈക്വൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുന്നത്, പക്ഷേ നമ്മളത് മൈൻഡ്ഫുള്ളായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്കൂ. നമ്മുടെ ബോഡി എന്താ പറയുക കാം ആവുന്നതും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവുന്നതും ഒക്കെ നമുക്ക് തോന്നാം. ഓക്കെ. പിന്നെ ഗ്രാജുവലി ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു 3 കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഗ്രാജുവലി എന്ത് ചെയ്യണം, കൂട്ടി കൊണ്ടുവരാം. 4 ആവുക, 5 ചെയ്യുക, അങ്ങനെ കൂട്ടി നമുക്ക് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബെനിഫിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഭയങ്കര കാമാവും. ഇപ്പം നമുക്ക് ദേഷ്യമുണ്ട്, ഗ്രാജുവലി ഇപ്പം നാളെ ഒന്നും അത് മാറാൻ പോകുന്നില്ല, പക്ഷേ ഗ്രാജുവലി അറ്റ്ലീസ്റ്റ് ഒരു 21 ദിവസം കഴിയുമ്പോഴെങ്കിലും നമുക്ക് തന്നെ എന്താ പറയുക ഫീലാവും ലൈക്ക് എന്താണ് നമ്മുടെ ബോഡി ഒന്ന് കാമായി, നമ്മൾ പെട്ടെന്നൊന്നും പ്രതികരിക്കാതെ എന്താ പറയുക കാമായിട്ട് പ്രതികരിക്കുന്ന രീതിയിലോട്ടൊക്കെ ബോഡി എത്തുന്നതായിട്ട് നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.